നോക്കൂ, കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിലൂടെ അജയൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ്. മതമില്ലാത്ത ലോകം സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. മതങ്ങളോടും മതവിശ്വാസങ്ങളോടും യോജിക്കാത്ത, അതിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സഹോദരൻ. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളെ ഉദ്ധരിച്ചുകൊണ്ട്, അതിലെ അത്ഭുതങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട്, ആ ആയത്തുകൾ തന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി എന്നുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നോക്കൂ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പലപ്പോഴും വിശുദ്ധ ഖുർആനിനെയും ഇസ്ലാമിനെയും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും മറുവശത്ത് ആ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ തന്നെ ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് മടങ്ങി വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ഏതായാലും അദ്ദേഹം പറയുന്ന ആ ഒരു കാര്യം നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് മതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. മതത്തെക്കാൾ മനുഷ്യന് പ്രാധാന്യം കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതാണ് ഇമ്പോർട്ടന്റ്. മതം ചീത്തയാണെന്നൊന്നല്ല, മതത്തിൽ നന്മകളുമുണ്ട് തിന്മകളുമുണ്ട്. ഞാൻ പഠിച്ച എല്ലാ മതങ്ങളിലും നന്മകളുമുണ്ട് തിന്മകളുമുണ്ട് എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മതത്തിനേക്കാൾ മനുഷ്യന് പ്രാധാന്യം കൊടുക്കണം, മതത്തിന്റെ പേരിൽ മനുഷ്യർ അകലരുത് എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ മതത്തിന് പ്രാധാന്യം വേണ്ടെന്ന് തീരുമാനിച്ച വ്യക്തിയാണ്. എന്ന് കരുതി മതവിശ്വാസികളോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം എന്റെ ബന്ധുക്കളും എന്റെ രക്ഷിതാക്കളും എന്റെ സഹോദരനും അടക്കം മതവിശ്വാസിയാണ്. എന്റെ കൂട്ടുകാരിൽ ഭൂരിപക്ഷവും മതവിശ്വാസികളും മതവിശ്വാസികളല്ലാത്ത കൂട്ടുകാർ എനിക്കുണ്ട്. അവർക്ക് എന്നെ പ്രിയപ്പെട്ടതാണ്, അവർക്ക് ഞാൻ പ്രിയപ്പെട്ടവനാണ്, ഒപ്പം എനിക്ക് അവരും പ്രിയപ്പെട്ടവരുമാണ്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മതത്തേക്കാൾ മനുഷ്യന് വില കൊടുത്തുകൊണ്ട് ആ രീതിയിൽ മതവിശ്വാസങ്ങളെയും മതത്തെയും ഒക്കെ അതിനെതിരെ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷേ ഇതിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്, മതത്തിൽ നന്മയുമുണ്ട് തിന്മയുമുണ്ട് എന്ന്. ആ ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം എല്ലാ മതങ്ങളും നന്മ മാത്രമാണ് പഠിപ്പിക്കുന്നത്. അതിപ്പോൾ ഏത് മതമായിക്കൊള്ളട്ടെ, ഹൈന്ദവ മതത്തിലായാലും ക്രൈസ്തവ മതത്തിലായാലും ഇസ്ലാം മതത്തിലായാലും എല്ലാം നല്ല കാര്യങ്ങൾ, മനുഷ്യന് ഗുണം ചെയ്യുന്ന നല്ല പോസിറ്റീവായിട്ടുള്ള നന്മകൾ നിറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ആ ഒരു മതത്തിൻ്റെ ധാർമ്മികതയെ മനസ്സിലാക്കാതെ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ചില ആളുകൾ കാണിച്ചു കൂട്ടുന്ന ചില തെമ്മാടിത്തരങ്ങളുണ്ട് മതത്തിൻ്റെ പേരിൽ. ആ കാര്യങ്ങൾ പലപ്പോഴും ആളുകൾ അത് മതത്തിൻ്റെ തലയിൽ ചാർത്തി വയ്ക്കുകയാണ്. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. അത് മതത്തിൻ്റെ കുഴപ്പമല്ല, നേരെ മറിച്ച് ആ മതത്തിൻ്റെ ധാർമ്മികതയും അതിൻ്റെ മൂല്യത്തെയും കൃത്യമായി പഠിക്കാത്ത മനുഷ്യൻ്റെ കുഴപ്പമാണ്. ഇദ്ദേഹം പല ചർച്ചകളുമൊക്കെ നടത്താറുണ്ട്. ചർച്ചകൾ എപ്പോഴും നല്ലതാണ്, നമുക്കറിയാം. നല്ല ആരോഗ്യമുള്ള ചർച്ചകൾ, മനസ്സ് തുറന്നുള്ള ചർച്ചകൾ എപ്പോഴും നമുക്ക് നല്ലത് മാത്രമേ ഗുണം ചെയ്യൂ. സത്യം തിരിച്ചറിയാൻ ഇത്തരം ചർച്ചകൾ നമുക്ക് പലപ്പോഴായി അത് ഗുണകരമായി മാറാറുണ്ട്. ഇത്തരത്തിൽ ഇദ്ദേഹം മതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കാനായി പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ അദ്ദേഹം ഒരു ഇസ്ലാം മത വിശ്വാസിയുമായി അദ്ദേഹം ചർച്ച ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. ഇന്ന് രാവിലെ ചർച്ച ചെയ്തപ്പോൾ എന്റെ സമപ്രായക്കാരനും എന്റെ കളിക്കൂട്ടുകാരനും ഒക്കെ ഉള്ള ഒരാളുണ്ട്, എന്റെ നാട്ടുകാരനൊക്കെ ആയ ആൾ പേര് ഞാൻ പറയുന്നില്ല. ആ ആളും ഞാനും കൂടി നിരന്തരം, ഒരു മുസൽമാനാണ്, കടുത്ത ഇസ്ലാം മതവിശ്വാസിയാണ്, നിരന്തരം ചർച്ച ചെയ്യാറുണ്ട്. പല ചർച്ചകളിലും എനിക്ക് മുൻതൂക്കം കിട്ടാറുണ്ട്. അതേപോലെ തന്നെ അവനും ചില ചർച്ചകളിലൊക്കെ മുൻതൂക്കം കിട്ടാറുണ്ട്. അവനിൽ നിന്ന് എനിക്ക് കൂടുതൽ അറിവുകൾ നേടാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് അവൻ എനിക്ക് ഒരറിവ് പകർന്നു തന്നു. അവൻ പറയുന്നത് അപ്പാടെ വിശ്വസിക്കുക എന്നൊരു സ്വഭാവം എനിക്കില്ല. ഞാൻ പറഞ്ഞത് അപ്പാടെ വിശ്വസിക്കൂല. ഞാൻ ഇനി എന്ത് പറഞ്ഞാലും അവൻ സീരിയസ് ആയിട്ട് എടുക്കൂല. അവന് കുറച്ചൊരു വിശ്വാസത്തിൽ പോകുന്ന വ്യക്തിയാണ്, അത് വേറെ കാര്യം. പക്ഷെ ഇന്ന് അവൻ പറഞ്ഞ, അവനും ഞാനും കൂടി ചർച്ച ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം പറയാം. ചർച്ചകളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായി മനസ്സിലാക്കാനായി സാധിക്കും. നോക്കിത്തരത്തിൽ അദ്ദേഹം പേര് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രിയ സുഹൃത്താണ്, ഒരു മുസ്ലിമായ മനുഷ്യനാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹവുമായി ചില കാര്യങ്ങളിൽ ചർച്ചകളിൽ ഏർപ്പെട്ടു. ആ ചർച്ചയിലൂടെ അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ ഒരു അത്ഭുതം തിരിച്ചറിയുകയാണ്. ഇവിടെയാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന്. ഇനി അദ്ദേഹം തന്നെ പറയട്ടെ, അദ്ദേഹം മനസ്സിലാക്കിയ വിശുദ്ധ ഖുർആനിലെ ആ അത്ഭുതം എന്താണ് എന്നുള്ളത്. ഖുർആനിലെ ഒരു സൂക്തം, അത് വെച്ചിട്ടാണ് ചർച്ച വന്നത്. 16-ാം അധ്യായമാണെന്ന് തോന്നുന്നു. അധ്യായത്തിന്റെ നമ്പർ ഒന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, നിങ്ങൾ അന്വേഷിക്കുക. എന്തായാലും പറഞ്ഞത് ഇതാണ്, ഖുർആനിൽ തേനീച്ചകളെ പറ്റി വിവരിച്ചതാണ് പറഞ്ഞത്. അപ്പൊ ഖുർആനിലാണ് തേനീച്ചകളിൽ പെൺ തേനീച്ചകളാണ് ജോലി ചെയ്യുന്നതെന്നും ആൺ തേനീച്ചകൾ ജോലി ചെയ്യുന്നില്ല, അവർ മടിയന്മാരാണെന്നും കൃത്യമായി വിവരിച്ച ഗ്രന്ഥം ഖുർആനാണ് എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അതിന്റെ ഫലമായിട്ട് ഞാൻ അത് അന്വേഷിക്കാൻ പോയി. എനിക്ക് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം, ഖുർആൻ ഇറങ്ങുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞ ആള് തേനീച്ചകളെ പറ്റി വളരെ വിശദമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ
തേനീച്ചകളുടെ റാണിയാണെന്നല്ല അദ്ദേഹം വിചാരിച്ചിട്ടുള്ളത്, അദ്ദേഹം രാജാവാണെന്നാണ്. പെൺതേനീച്ചകളാണ് ജോലി ചെയ്യുന്നതെന്നൊന്നും കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ തേനീച്ചകളെ പറ്റി ഒരു വലിയ പഠനം അയാൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പിന്നീട് ഞാൻ അന്വേഷിച്ചത് ഖുറാനിലാണോ ഇത് ആദ്യമായിട്ട് തേനീച്ചകൾ പെൺതേനീച്ചകളാണ് അതോ മറ്റു മതഗ്രന്ഥങ്ങളിലുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. സത്യത്തിൽ മറ്റു ഒരു മതഗ്രന്ഥങ്ങളിലും പെൺതേനീച്ചകളാണ് ജോലി ചെയ്യുന്നത് എന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. എനിക്ക് എന്റെ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഖുറാനിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അന്വേഷിച്ചത് ശാസ്ത്രീയമായിട്ട് എന്നാണ് ഈ പെൺതേനീച്ചകളാണ് ജോലി ചെയ്യുന്നത് എന്ന് അന്വേഷിച്ചത്, അത് കണ്ടെത്തിയത് എന്നാണ്. അത് ഖുറാൻ ഇറങ്ങി ആയിരങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണ്, ഏകദേശം 2000 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഖുറാനിലെ ഈ ഒരു വസ്തുത എന്നെ അത്ഭുതപ്പെടുത്തി എന്നുള്ളത് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹം ഇതിൽ പറഞ്ഞു വെക്കുന്നത് വിശുദ്ധ ഖുറാനിൽ പ്രതിപാദിച്ചിട്ടുള്ള തേനീച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ അദ്ദേഹം കണ്ടെത്തിയ ചില ആയത്തുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നമുക്ക് വിശുദ്ധ ഖുറാനിൽ അന്നഹല് അഥവാ തേനീച്ച എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെയുണ്ട്. തേനീച്ചയെക്കുറിച്ചും തേനിനെക്കുറിച്ചുമെല്ലാം ആ ഒരു അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഏതു തേനീച്ചയാണ് തേൻ ശേഖരിക്കുന്നത് എന്നും തേനിന്റെ മഹത്വ ഗുണങ്ങളെക്കുറിച്ചുമെല്ലാം അതിൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അന്നഹല് എന്ന് പറയുന്ന അധ്യായത്തിലെ 68-69 വചനങ്ങളിലാണ് തേനീച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ അത്ഭുതകരമായ ആയത്തുകൾ കാണാൻ സാധിക്കുന്നത്. ഈ മനോഹരമായ ഈ തേനീച്ചകളെക്കുറിച്ചുള്ള അത്ഭുതങ്ങൾ ഇദ്ദേഹം ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ തന്നെ പലപ്പോഴും ഈ ഒരു അത്ഭുതത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പല വീഡിയോകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നതുമാണ്. തേനീച്ചയുടെ വീട് നിർമ്മാണവും തേൻ ഉൽപാദനവുമായി ബന്ധപ്പെട്ട ഖുർആൻ വചനത്തിൽ സ്ത്രീലിംഗത്തോടുള്ള അഭിസംബോധന രീതിയിലാണ് ഖുർആൻ സംസാരിക്കുന്നത്. തേനീച്ചകളിൽ പെൺവർഗമാണ് അധ്വാനത്തിലും ആസൂത്രണത്തിലും മറ്റും മുൻപന്തിയിലെന്ന് പുതിയ പഠനങ്ങളും സൂചിപ്പിക്കുന്നു. ആൺ തേനീച്ചകളെ മടിയന്മാരായും അഥവാ ദി ഡ്രോൺസായും പെൺ തേനീച്ചകളെ ജോലിക്കാരികളായും അഥവാ ദി വർക്കേഴ്സായും നിരീക്ഷകർ തരംതിരിച്ചേക്കുന്നു. ഈ അലസന്മാർക്ക് കൂട്ടിൽ ഒരു ജോലിയും ഉണ്ടാവില്ല. അവരുടെ ജോലി റാണിയുമായിട്ട് ഇണചേരൽ മാത്രമാണ്. ഇവയ്ക്ക് കൊമ്പുണ്ടാവില്ല. ജോലിക്കാരികളായ പെൺതേനീച്ചകൾ പുറത്തുപോയാണ് മധുവും പൂമ്പൊടിയും കൊണ്ടുവരുന്നതും വീട്ടിലെ കാര്യങ്ങളെല്ലാം അടുക്കും ചുട്ടയിലുമാക്കുന്നതും. റാണി തേനീച്ചയുടെ മേൽനോട്ടത്തിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നതും. പിന്നീട് മാത്രം ഗവേഷകർ തിരിച്ചറിഞ്ഞ ഈ യാഥാർത്ഥ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഡച്ച് ജൈവശാസ്ത്രജ്ഞനായ ജാൻ സമ്മർഡാൻ തന്റെ പഠന ഗവേഷണത്തിലൂടെ തേനീച്ചകളിൽ സ്ത്രീവർഗമാണ് തേൻ ശേഖരിക്കുന്നത് എന്ന് കണ്ടെത്തിയതിലൂടെയാണ് ഈ കാര്യം തന്നെ ആദ്യം പുറലോകമറിയുന്നത്. ഇവിടെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അത്ഭുതമായി മാറുന്നത്. ആ അത്ഭുതമാണ് ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. നമുക്ക് എത്ര തന്നെ വിമർശിക്കാൻ ശ്രമിച്ചാലും എത്ര തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ ദീൻ 10 മടങ്ങ് അത് വളർന്നുകൊണ്ടേയിരിക്കും. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ കലാമാണ്. അത് ദൈവികമായ ഒരു ഗ്രന്ഥമാണ്. നമുക്ക് ഇസ്ലാമിക വിരുദ്ധർ പലപ്പോഴായി പടച്ചുണ്ടാക്കുന്ന ഒരു പച്ചനുണയാണ് ഖുർആൻ എന്ന് പറയുന്നത് ഒരു ദൈവിക ഗ്രന്ഥമല്ല, അത് വെറുമൊരു പുസ്തകം മാത്രമാണ് എന്നുള്ളത്. എന്നാൽ നേരെ മറിച്ച് അത് വെറുമൊരു പുസ്തകമല്ല എന്നും അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനാണ് എന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മതമില്ല എന്ന് പറഞ്ഞ എത്രയെത്രയോ ആളുകൾ അവസാനം ആ ഖുർആനിലെ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സത്യത്തെ ആർക്കും കെടുത്താൻ കഴിയുകയില്ല. പക്ഷേ ചില ഇസ്ലാമിക വിരുദ്ധരുണ്ട്. അവർ എത്ര തന്നെ സത്യം അവരുടെ കൺമുന്നിൽ തെളിഞ്ഞു വന്നാലും അവർ അത് സ്വീകരിക്കാൻ മടി കാണിക്കാറുണ്ട്. അവർ അതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാറില്ല. ഇവിടെ നോക്കി ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവർത്തനത്തെ നമുക്ക് പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. ഇവിടെ നോക്കി ഈ ഒരു മനുഷ്യൻ ആ സത്യം മനസ്സിലാക്കിയപ്പോൾ അത് സമ്മതിച്ചുകൊണ്ട് അദ്ദേഹം അത് തുറന്ന് സംസാരിക്കുകയാണ്. അത് മനസ്സിലാക്കിയ കാര്യം തുറന്നു പറയാനുള്ള ആ ഒരു മനസ്സ് അത് ചില ആളുകൾക്ക് മാത്രമേ കഴിയൂ. അത്തരത്തിലുള്ള നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് സംശയം പറയാൻ കഴിയും.